ദുൽഖർ സൽമാൻ പൂജ ഹെഗ്ഡെ പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ ചിത്രമാണ് ശ്രീ ശ്രീ. അതിലെ ബൊമ്മ ബൊമ്മ എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. കാണാൻ പോവാം. ദുൽഖർ പൂജ പൂജ എന്റെ ഫ്യൂച്ചറാ. ദുൽഖർ ആ ഒരു പഴയ ദുൽഖർ അല്ലേ? ഐ കോണ്ടാക്ട്. ജീവ പ്രകാശാണ് മ്യൂസിക്കല്. ലവ് സോങ്. സൈറ്റിലോ കൊണ്ടങ്ങനെ വന്നേക്കാൻ ഒരേ സീറ്റിലായിരിക്കും കേട്ടോ. തെലുങ്ക് സോങ് ആണ്. ബൊമ്മ അല്ല, ലവ് വയസ്സും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഓ, അതിന്റെ സീനടാ ഇത്. ആക്ച്വലി സീതാരാമൻ നിങ്ങൾക്ക് അറിയാം, ദുൽഖറും മൃണാളും ഉള്ള അതുപോലെ ഒരു കപ്പിൾ ജോഡിയായിട്ട് അതുപോലെ ഒരു ലവ് പടമാണ് വരുന്നത്. അത്രയ്ക്കും നല്ലൊരു പടാവോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. ബട്ട് തുടക്കത്തിൽ ഇവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി കോംബോ ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല, കാരണം ആ ഒരു മാച്ച് ഇല്ല എന്ന് പറഞ്ഞു. ബട്ട് ഈ പാട്ടൊക്കെ കാണുമ്പോൾ ആ ഒരു ലുക്കും ആ ഒരു മാച്ചും ആ ഒരു ക്യൂട്ട് കപ്പിൾ കോംബോ ഒക്കെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാല് കപിൽ കപിലനാണ് സിംഗർ, റാം മാസ്റ്ററുടെ കൊറിയോഗ്രഫി, അനന്ത ശ്രീറാം ലിറിക് റൈറ്റർ, ജീവ് പ്രകാശ് മ്യൂസിക്, വിജയ് കുമാർ എഡിറ്റർ, കോട്ടഗിരി വെങ്കടേശ്വര റാവു. കൊള്ളാം കേട്ടാ, എഡിറ്റിംഗ് വീഡിയോ ഒക്കെ കൊള്ളാം, കട്ട്സ് ഒക്കെ. ഓ, ജീവ് പ്രകാശിന്റെ മ്യൂസിക് കണ്ട ലവ് ഒരേ ടീമാണ് കേട്ടാ. ട്രിപ്പ് പോവുകയാണെ കൂടിയോ. ഇത് ഭയങ്കര ക്യൂട്ട് കേട്ടാ. ദുൽഖർ ഞാൻ പറഞ്ഞില്ലേ, ഒരു പഴയ ദുൽഖർ കരി വെച്ചതുപോലെയല്ലേ ദുൽഖർ. പാട്ട് കൊള്ളാം. ടെന്നീസ് കമലൻ നന്നായിട്ട് പാടുന്നുണ്ട്. ഒരു ക്ലാരിറ്റി ഉണ്ട്, കൊള്ളാം. സ്ഥലവും കാരണം ഡാൻസ് ഇതിന് കൂട്ടുകാരൻ പറയുന്നല്ല. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത ചെറുപടിയാണ് മ്യൂസ് പ്രൊഡ്യൂസർ. രവി നീലകുറിറ്റിയാണ് റൈറ്റർ ഡയറക്ടർ. ഡിസംബർ 2026 കേട്ടോ. ശ്രീ ശ്രീ നൈസ് പാട്ട് കേട്ടാ. ബൊമ്മ ബൊമ്മ ജീവിയുടെ മ്യൂസിക് ആണ്. അവരുടെ ആ ഒരു കോംബോ നന്നായിട്ടുണ്ട്, കാണാനും കൊള്ളാം. ഒരു മോസ്റ്റ് ഹാൻസം കപ്പിൾസിനെ പോലെയൊക്കെ ഉണ്ട്. പിന്നെ ഡാൻസില് പൂജയുടെ കാര്യമൊന്നും പറയണ്ട. പൂജ ഏത് സ്റ്റെപ്പ് ആയിരുന്നാൽ അത് സിമ്പിൾ ആയിട്ട് നല്ല കല്ല് പോലെ എടുത്ത് വിടും, അതിൽ വേറെ ഡൗട്ടൊന്നുമില്ല. ആൻഡ് ദുൽഖർ ഒരു വെയിറ്റ് വെച്ച് പോലെ ഇരിക്കുന്നത്, ചിലപ്പോൾ ക്യാരക്ടർ വൈസിന് വേണ്ടിയിട്ടായിരിക്കും. ആൻഡ് അവരുടെ കോംബോയും കൊള്ളാം. എനിക്ക് തോന്നുന്നു പടം വരുമ്പോൾ കുറച്ചുകൂടെ നല്ല കെമിസ്ട്രി അവർ തമ്മിൽ വരുമെന്ന് തന്നെയാണ്. എന്തായാലും ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ആണ്. ഇതൊരു ലവ് പടം തന്നെയാണ്. സിനിമയുടെ പേര് വന്ന് ശ്രീ ശ്രീയാണ്. ഡിസംബറിലാണ് ഇത് റിലീസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അപ്പം ഓഗസ്റ്റില് ദുൽഖറിന്റെ അയാംബി മലയാള ചലച്ചിത്രം, പിന്നെ ഈ തെലുങ്ക് ദുൽഖർ പിന്നെ തെലുങ്കിലുണ്ടല്ലോ, ലക്കി ഭാസ്കർ ആയാലും സീതാരാമ ആയാലും ഇപ്പോ ഇത് ശ്രീ ശ്രീയും ആൻഡ് ഡിസംബറിൽ. അപ്പോൾ ഒരു 4 മാസ ഇടവേളയിൽ 2 ചിത്രം വരുന്നുണ്ട് ദുൽഖറിന്. അപ്പൊ അത് വീണ്ടും ദുൽഖർ ഫാൻസിന് ഒരു
നല്ലൊരു ട്രീറ്റ് തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് അയാം ഗെയിം ഒക്കെ അതൊരു മാസ് ഒരു സ്റ്റൈലിഷ് പടമാണ്. ഇതൊരു ലവ് പടം, സ്ലോ പടമായിരിക്കും, പക്ഷെ ലവ് പടമായിരിക്കും. പക്ഷെ പ്രത്യേകിച്ച് ദുൽഖറിന്റെ ലവ് പടങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പം വിജയ സാധ്യതകളൊക്കെ കൂടുതലാണ്. ആൻഡ് പാട്ടും ജി.വി. പ്രകാശ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ജി.വി. പ്രകാശിന്റെ ഒരു മ്യൂസിക്കൽ സൈഡ്, ഒരു മെലഡി സൈഡ് ജീവിക്കുന്നുണ്ട്. അതൊരു കിടിലൻ സാധനമാണ്. ഇപ്പൊ ഇതിലെ ഒരു മ്യൂസിക് ആവട്ടെ, ഒരു മെൽറ്റിംഗ് മ്യൂസിക് ആണ്. അതിന്റെ ഇടയിൽ ആ ഒരു ഫീമെയിൽ വോക്കലിന്റെ ആ ഒരു ഹമ്മിങ് വരുമ്പോഴും നന്നായിട്ടുണ്ട്. ആൻഡ് പാടി കപിലനും നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. കേൾക്കുമ്പോൾ തന്നെ കൊള്ളാം. തെലുങ്ക് പാട്ടാണ്, എന്നിരുന്നാലും കേൾക്കാൻ കൊള്ളാം. നമ്മൾ ഈ ശ്രീറാമിന്റെ പാട്ടൊക്കെ കേൾക്കൂലേ, അതുപോലെ തന്നെ കേൾക്കാൻ കൊള്ളാം. നല്ല ഒരു പാട്ട് തന്നെയാണ്. ലിറിക്സ് ഒക്കെ സത്യത്തിൽ പറഞ്ഞ അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിലും കേൾക്കാൻ തോന്നുന്നുണ്ട് പാട്ട്. നല്ലൊരു ലവ് ഫീല് തോന്നുന്നുണ്ട്. അവരുടെ ഒരു കെമിസ്ട്രി, ആ ഒരു ഫസ്റ്റ് നോട്ടം തന്നെ നോക്കുമ്പോൾ തന്നെ ഒരു ലവ് തോന്നുന്നുണ്ട്. ആ ഒരു ഫസ്റ്റ് സൈറ്റ്, ആൻഡ് ആ പൂജ നോക്കുന്നത് ക്യൂട്ടായിട്ട്, ആൻഡ് ദുൽഖർ ഫസ്റ്റ് സൈറ്റിൽ ഒരു സുന്ദരിയെ നോക്കുന്ന ആ ഒരു നോട്ടം, ആൻഡ് വീഡിയോയും കൊള്ളാം. ആ ഒരു കട്ട്സ് ആയിരുന്നാൽ ആ ഒരു പ്ലേസ് ഒക്കെ അവർ എവിടെയോ ട്രിപ്പ് പോകുന്നതാണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വിഷ്വൽസ് ഒക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്. എനിക്കൊരു നല്ലൊരു പടം തന്നെയാണ് വരുന്നതെന്നാണ്. കാരണം ഇതൊരു സ്കൂൾ ടൈമോ എന്തോ വരുന്നുണ്ട്. അത് ഇവരുടെ ഒരു ഫസ്റ്റ് ലുക്കോ ഏതൊരു പോസ്റ്റർ റിലീസ് ചെയ്തപ്പോൾ സ്കൂൾ ടൈം പീരീഡ് ഉള്ള ഒരു പോസ്റ്റർ എന്താണ് റിലീസ് ചെയ്തത്. അതും നന്നായിട്ട് വരാനുള്ള ഒരു സിറ്റുവേഷൻ. കാരണം സ്കൂൾ ടൈമില് പ്രണയിച്ച് കോളേജ് പിന്നെ ജോലി അങ്ങനത്തെ ഉള്ള ആയിരിക്കണം പടം. എന്തായാലും ഒരു നല്ലൊരു ഫീൽ ഗുഡ് പടം തന്നെയാണ് വരാൻ പോകുന്നത്. ഒരു ലവ് റൊമാൻറ്റിക് പടം തന്നെയാണ് വരാൻ പോകുന്നത്. ആൻഡ് ജി.വി. പ്രകാശിന്റെ മ്യൂസിക്കൽ ജേണിയും കൂടെ ആയിരിക്കും പടത്തിൽ, അതിൽ സംശയമില്ല. അത് ഈ പാട്ടും തന്നെ മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, ജി.വി. പ്രകാശിന്റെ ഒരു മെലഡി സൈഡ് ഉണ്ട്. ജി.വി. പ്രകാശിന്റെ മെലഡി കേട്ടവർക്കും എല്ലാവർക്കും അറിയാം ജി.വി. പ്രകാശ് ഇങ്ങനെയായിരിക്കും മെലഡി ഇടുന്നത്. കിടിലൻ പാട്ട്, നല്ലൊരു പാട്ട്, നല്ലൊരു ലവ് റൊമാൻറ്റിക് പാട്ട്.